വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ ഇന്നാണ്. കന്നിക്കിരീടം തേടി ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും അല്പസമയത്തിനകം നേർക്കുനേർ ഏറ്റുമുട്ടും. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ 3 മണിക്കാണ് മത്സരം ആരംഭിക്കുക. 7 തവണ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ സെമിയിൽ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നു. എൽദോ, കന്നിക്കിരീടമാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്കുള്ള ദൂരം ഇനി ഒരു മത്സരത്തിൻ്റേത് മാത്രമാണ്. എത്രത്തോളം വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ ടീം ഇന്ത്യ പുലർത്തുന്നത്? വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അഭിലാഷ് ടീം ഇന്ത്യ ഇപ്പോൾ നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുംബൈയിൽ മഴ ഭീഷണിയുണ്ട്. സ്റ്റേഡിയത്തിലേക്ക് ഹോട്ടലിൽ നിന്ന് ടീം പുറപ്പെടുമ്പോൾ കുട ചൂടിയാണ് ഇന്ത്യൻ താരങ്ങൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുന്ന കാഴ്ച കണ്ടത്. എന്താണെങ്കിലും മഴ തുടരില്ല എന്ന് പ്രതീക്ഷിക്കാം, എന്ന് അനുമാനിക്കാം. കാരണം ഇത് ഏകദിന ലോകകപ്പിന് ഫൈനലാണ്. ചരിത്രത്തിൽ ഇത് 3ാം തവണ ഇന്ത്യ ഫൈനലിലെത്തുന്നു. ആദ്യമായി കിരീടം ലക്ഷ്യമിടുകയാണ്. സ്വന്തം മണ്ണിലാണ്. DY പാട്ടീൽ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുംബൈയിലെ പ്രധാനപ്പെട്ട ക്രിക്കറ്റ് വേദിയല്ല എങ്കിൽ പോലും വനിതാ ക്രിക്കറ്റിൽ വനിതാ ടീം എപ്പോഴും കളിച്ച് സുപരിചിതമായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് DY പാട്ടീൽ സ്റ്റേഡിയം. അപ്പോൾ അവിടെ ഫൈനൽ നടക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു ജയം സ്വന്തമാക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ലോകകപ്പ് തുടങ്ങി 3ാമത്തെ മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ആണ് നേരിട്ടത്. ആദ്യം ശ്രീലങ്കയും പാകിസ്ഥാനെയും തോൽപ്പിച്ച ശേഷം ദക്ഷിണാഫ്രിക്കയെ നേരിട്ട ഇന്ത്യക്ക് പക്ഷേ അന്ന് 3 വിക്കറ്റിന്റെ തോൽവി നേരിടേണ്ടി വന്നു. ആ തോൽവിയുടെ ഒരു പകരവീട്ടൽ കൂടി ഇന്ന് നടത്തണം. 2020 ഏകദിന ലോകകപ്പിലെ ഈ മികവിനെ പ്രത്യേകിച്ചും സെമി ഫൈനലിൽ നമ്മൾ കണ്ടതാണല്ലോ. ഓസ്ട്രേലിയ എന്ന കരുത്തുറ്റ ടീമിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയത്. അതും റെക്കോർഡ് റൺ ചേസ് എന്നുള്ള ഒരു ആനുകൂല്യം കൂടിയുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മികവ്, ഇന്ത്യ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പിലാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് അത് ഭദ്രമാണ്. ഇപ്പോൾ 8ാമത്തെ നമ്പർ വരെ ഏറെക്കുറെ ആ ബാറ്റിങ്ങിൻ്റെ ആഴം നമുക്ക് കാണാനും സാധിക്കും. പക്ഷേ ബോളർമാരാണ് ഇന്ത്യക്ക് അല്പം നിരാശ നൽകുന്നത്. പ്രത്യേകിച്ചും പേസർമാരുടെ മികവ് ഇതുവരെയും നമ്മൾക്ക് കളിക്കളത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ സ്പിന്നർമാരുടെ കരുത്തിൽ മുന്നേറാമെന്ന് പ്രതീക്ഷിക്കാം. ദക്ഷിണാഫ്രിക്കയുടെ ദൗർബല്യവും അത് തന്നെയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്ക് സ്പിന്നർമാരെ നേരിട്ട് അത്ര മികവില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഇന്ത്യ പ്രയോജനപ്പെടുത്താൻ പോകുന്നത് എന്നാണ് കണക്കാക്കേണ്ടത്. ഇന്ത്യയുടെ ബാറ്റർമാരിൽ സ്മൃതി മന്ദാന തന്നെ ഏറ്റവും മികച്ച റൺവേട്ടക്കാരി. നിലവിൽ സ്മൃതി മന്ദാന 389 റൺസ് എടുത്തിട്ടുണ്ട്. മറുവശത്ത് ദക്ഷിണാഫ്രിക്കയ്ക്കാവട്ടെ ലോറ വോൾവർട്ടിൻ്റെ മികവാണ്. അതായത് 470 റൺസ് ഈ ടൂർണമെന്റിൽ ലോറ നേടിയത്. അപ്പോൾ അവരുടെ ബാറ്റിംഗ് മികവിനെ നമുക്ക് ഭയക്കണം. മാത്രമല്ല ദക്ഷിണാഫ്രിക്കയുടെ വാലറ്റം വരെ ബാറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ടീമാണ്. പക്ഷേ അപ്പോഴും അവിടെ അവർ നേരിടുന്ന പ്രതിസന്ധി ഇതിൽ സ്ഥിരതയില്ലായ്മ വരുന്നു എന്നുള്ളതാണ്. ഒരു മത്സരത്തിൽ ഫോമായാൽ ചിലപ്പോൾ അടുത്ത മത്സരത്തിൽ നിറം കെട്ടുപോകുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് ദക്ഷിണാഫ്രിക്കയുടേത്. പക്ഷേ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചെത്തിയ ദക്ഷിണാഫ്രിക്കയാണിത്. ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാണ് ഇന്ത്യ സെമിയിൽ നിന്ന് ഫൈനലിലേക്ക് മുന്നേറിയതെങ്കിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചെത്തിയതിൻ്റെ ആത്മവിശ്വാസം ദക്ഷിണാഫ്രിക്കയ്ക്കും കരുത്താകും. എന്താണെങ്കിലും നമ്മൾ സൂചിപ്പിച്ച 2 ടീമുകൾ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഇല്ലാത്ത ഒരു ലോക ഫൈനൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് പുതിയൊരു ടീം ഈ ലോക കിരീടത്തിൽ പേരെഴുതി വെക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഹർമൻപ്രീത് കൗറിലൂടെ ഇന്ത്യ അത് നേടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും വലിയ ആരാധക വൃന്ദം സ്റ്റേഡിയത്തിലേക്ക് എത്തും. മഴയുടെ ഭീഷണിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ലോകകപ്പിൻ്റെ ഫൈനലാണ്. ഇന്ത്യൻ ടീം കളിക്കുന്നുണ്ട്. ഈ മിടുക്കികൾക്ക് ആത്മവിശ്വാസവും പിന്തുണയും നൽകാൻ ആർപ്പുവിളികളുമായി ആരാധകരെത്തും. അപ്പോൾ അതായത് 30,000-ലേറെ ആരാധകരെ കൂടി നേരിടണം ദക്ഷിണാഫ്രിക്ക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ലോക ഫൈനൽ അല്പസമയത്തിനകം ആരംഭിക്കും. 3 മണിക്കാണ് മത്സരം ആരംഭിക്കേണ്ടത്. അഭിലാഷ്, അല്പസമയത്തിനകം തന്നെ മത്സരം ആരംഭിക്കുന്നു. പക്ഷേ ടീം അംഗങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെടുമ്പോഴും മഴയുണ്ട്. എൽദോ പോൾ പുതുശ്ശേരി സൂചിപ്പിക്കുന്ന പോലെ മഴ മാറി നിന്നാൽ ഇന്ന് വീറും വാശി നിറഞ്ഞൊരു പോരാട്ടം അതിന് തന്നെയായിരിക്കും വേദിയാവുക. നമ്മുടെ കുട്ടികൾ, നമ്മുടെ താരങ്ങൾ അവർ കപ്പ് ഉയർത്തുന്നത് കാണാൻ വേണ്ടിയാണ് ഒരു രാജ്യം മുഴുവൻ കാത്തിരിക്കുന്നത്.